ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ക്രിസ്മസ് ഒക്കെ ദാ ഇങ്ങെത്തി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. എനിക്കറിയാം എൻ്റെ ക്രിസ്മസ് ഡെക്കോറിൻ്റെ വീഡിയോ ഞാനിടാൻ ലേറ്റായി എന്നുള്ളത്. സുഖമില്ലാതിരിക്കുകയായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഓക്കെ ആയത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറാണിത്. കണ്ടോ, പുതിയ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾ. ഈ തവണ എന്തായാലും പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഓർണമെൻറ്റ്സ് എല്ലാം ക്രിസ്മസ് ട്രീ പഴയ തന്നെയാണ്, അതിലേക്ക് പുതിയ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഗോൾഡൻ കളറായിരുന്നു കൂടുതൽ ഞങ്ങൾ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ വാം ലൈറ്റ് വേണം ഇത്തവണ എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതിനുവേണ്ടി വാം ലൈറ്റൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ വാം ലൈറ്റൊക്കെ ഇട്ട് ട്രീ സെറ്റ് ചെയ്തു, അതിലേക്ക് ഓർണമെൻ്റ് ഒക്കെ ഇട്ടു. പിന്നെ അത് ഈ കണ്ണ് കുഞ്ഞു കുഞ്ഞി ആ ഒരു റോൾ ചെയ്ത് ഹാങ് ചെയ്ത് കിടക്കുന്നില്ലേ, അത് ഞാൻ റിബൺ വെച്ചിട്ട് എനിക്ക് തോന്നി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഗോൾഡൻ റിബൺ വെച്ചിട്ട് അങ്ങനെ റോൾ ചെയ്ത് ഞാൻ അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ് കൂടെ ഹാങ് ചെയ്യാൻ വേണ്ടി ഇട്ടു. ഇങ്ങനെ ഓവറോൾ ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. മൊത്തത്തിലൊരു വാം ഗോൾഡൻ ഫീലായിരുന്നു കേട്ടോ ഞങ്ങൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ദാ ഈ ക്രിസ്മസ് വില്ലേജ്, സ്നോ വില്ലേജ്, ഇതായിരുന്നു ഞാൻ അടുത്തതായിട്ട് പുതുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്തവണ. ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. ഈ ഹൗസസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്നോ വില്ലേജ് പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതിനുള്ള ഐറ്റംസ് ഇവിടെ വളരെ കുറവായിരുന്നു കിട്ടിയത്. ഇതുപോലെ ട്രെയിനും ഈ ഒരു ഹൗസും അങ്ങനെ കുറച്ച് ഐറ്റംസേ കിട്ടിയുള്ളൂ. ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ നല്ലൊരു സ്നോ വില്ലേജ്, കാത്തുൻ്റെ ടോയ്സും ഫ്രോസൺ ടോയ്സും ഒക്കെ ഞങ്ങൾ ആഡ് ചെയ്ത് സ്നോമാനും ഒക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ സ്നോയൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് രസമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വില്ലേജായിരുന്നു അത്. അതിലേക്ക് കാത്തിൻ്റെ ക്യാൻഡി കെയിൻസും ജിഞ്ചർ ബ്രെഡ് ബിസ്ക്കറ്റ്സും ഒക്കെ വെച്ച് ഞങ്ങളിങ്ങനെ അലങ്കരിച്ച് വെച്ചു. ആൻഡ് ഓവറോൾ വി ലവ്ഡ് ഇറ്റ് ആൻഡ് വി ലൈക്ക് ഇറ്റ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഞങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണത്. ആൻഡ് ഇതാണ് മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിൽ ക്രിസ്മസ് ഡെക്കോർ ഞങ്ങൾ ചെയ്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഫ്രണ്ട് ഡോറിലേക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ഗാർലൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡെക്കോർ ചെയ്തത്. ഞാൻ വിചാരിച്ചതിലും കുറച്ചധികം സമയമെടുത്തു. ഐ തോട്ട് ഇറ്റ് വിൽ ബി റിയലി ഈസി ടു ഡു. പക്ഷേ ചെയ്തു വന്നപ്പോഴത്തേക്കും കുറച്ചധികം സമയമെടുത്തു. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് അവിടെ അങ്ങനെ ഒന്നാമത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കാത്തു എൻ്റെ കൂടെ ചേർന്ന് കഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് വെച്ചിട്ട് ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ അകത്തേക്ക് വന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഗാർലൻഡ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഇറ്റ് വാസ് ബിറ്റ് സ്റ്റിഫായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുത്താണ് ഞങ്ങൾ ആ ഒരു ചെയ്തത്. ക്രിസ്മസ് ട്രീ ആണെങ്കിലും സ്നോ വില്ലേജൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തത്. എങ്കിലും അത്രയും സമയം എടുത്തു ഞങ്ങൾ ചെയ്യാനെങ്കിലും ചെയ്ത് വന്നപ്പോഴേക്കും ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇത് കണ്ടോ. അങ്ങനെ അതിലേക്ക് ഞങ്ങൾ ഓർണമെൻറ്റ് ചൂസ് ചെയ്തത് ഒരു മെറൂൺ ഷെയ്ഡായിരുന്നു കേട്ടോ. മെറൂൺ ഹാങ്ങിങ്സ് ആയിരുന്നു അതിലേക്ക് ഇട്ടത്. അതൊക്കെ ഹാങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. മെറൂൺ ഷെയ്ഡ്സ് വന്നിട്ട് നമ്മുടെ ഗ്രീനിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. റെഡിനേക്കാളും എനിക്കിഷ്ടം മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് ഞങ്ങൾ ഈ ഫെയറി ലൈറ്റ്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ നല്ല കുട്ടപ്പനായി ക്രിസ്മസിന് വേണ്ടി റെഡിയായി. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് ഡോർ ഇസ് റെഡി ഫോർ ക്രിസ്മസ്. സോ ഇതാണ് ഞങ്ങളുടെ ഓവറോൾ ക്രിസ്മസ് ഡെക്കോ വീട്ടിലേക്ക് ഞങ്ങൾ ചെയ്തത്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഓവറോൾ മെയിൻ ഡെക്കോസ് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടി ചെയ്തത് കേട്ടോ. സോ ക്രിസ്മസ് ഡെക്കോ ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. മെറി ക്രിസ്മസ്, എൻജോയ് ദ വെക്കേഷൻ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ യൂട്യൂബ് ഫാമിലി. ലവ് യു ഓൾ. സീ യു ഓൾ സൂൺ. ഉടനെ തന്നെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.